നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുൻ മാവോയിസ്റ്റ് തടവുകാരൻ രൂപേഷ്. മാവോയിസ്റ്റ് രൂപേഷ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഒരു തീവ്രവാദ സംഘടനയിലെ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് കേരളം പലപ്പോഴും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അത് അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ധാരാളം ഉപകഥകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. 11 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂ ആണ് ഇത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ സമീപകാലത്ത് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന നോവലായി പുറത്തിറങ്ങുകയും ചെയ്തു. നേരത്തെ തന്നെ മറ്റൊരു നോവലും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ നോവലിന് ശേഷമുള്ള, അതും തടവിലെ അനുഭവങ്ങൾ മുൻനിർത്തിയുള്ള നോവലായിരുന്നു. പ്രസ്ഥാനത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടുന്ന നോവലായിരുന്നു. ഈ നോവലിലും ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ നീതി നടത്തിപ്പിലെ ഒരുപാട് സമസ്യകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. സ്വാഗതം രൂപേഷ്. ഇത് ആദ്യത്തെ ടെലിവിഷൻ ഇന്റർവ്യൂ. ഈവൻ നമ്മുടെ ജീവിതത്തിലെ തന്നെ പറയാം. കാരണം നമ്മൾ ഈ ടെക്നോളജിയുടെ ഈ സമയത്ത്, ഈ വിഷ്വൽ ഇതൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരു പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നില്ല. മറ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിഷ്വൽ മീഡിയനെ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്നത്. താങ്കളുടെ ഈ ഇത്രയും നീണ്ട കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ചുരുക്കം, ഒരു മേ ബി ഇൻ എ നട്ട്ഷെൽ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതിലേക്ക് വരാം, അങ്ങനെ ഒരു അഭിമുഖത്തിലേക്ക് വരാമെന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? അത് ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു ഭയങ്കര ലീഗൽ ബാറ്റിലിനൊക്കെ ശേഷം പുറത്തു വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയായിരിക്കും, കുറച്ചും കൂടി നേരിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവണമെന്ന് തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പിന്നെ ഞാനാകെ കുറച്ച് പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു പൊതുവിൽ ഇപ്പോൾ വ്യത്യസ്ത കാരണങ്ങളാൽ ഒന്ന് നമ്മുടെ ഒരു ഓബ്ജക്റ്റീവായിട്ട് ഇത്തരം മാധ്യമങ്ങൾക്കൊക്കെ വളരെ നിർണായക പങ്കുണ്ട്. അപ്പം അതിലൊക്കെ നമ്മളാൽ സാധ്യമായ രീതിയിൽ നമ്മളുടെ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വർഷം 26 മാർച്ചിലാണ് പുറത്തിറങ്ങുന്നത്. അതിനുശേഷമുള്ള ഒരു ജീവിതം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നി. ഇപ്പോൾ ഫ്രീ ആണോ എല്ലാ അർത്ഥത്തിലും? അതിൻ്റെ അങ്ങനെ ഫ്രീ ആവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇൻകാർസറേഷൻ, തടവ് ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു വേറെ അനുഭവമാണ്. ഈ നോവലിലൊക്കെ ആമുഖത്തിലൊക്കെ പറയാൻ ശ്രമിച്ചതാണ്. ജയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശവക്കല്ലറയിൽ ജീവനോടെ ജീവിക്കുന്നത് പോലെയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കേൾക്കാൻ അറിയാം, പക്ഷെ നമ്മളെ ആർക്കും ആക്സസ് ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളില്ലാണ്ട് കാലം പോകും, ആളുകൾ ജീവിക്കും. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടെ നമ്മൾ മുന്നോട്ട് പോകും. തടവ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മുടെ ഈ ആശയവിനിമയം റദ്ദ് ചെയ്യലാണ്. അത് ജയിലിനകത്തായിരിക്കുമ്പോൾ പുറത്ത് വന്നതിന് ശേഷം അതിൽ മാറ്റം ഉണ്ടായോ? സബ്ജക്റ്റീവായിട്ട് നമ്മുടെ ഒരു ഇടം എവിടെയാണ്? ഒരു ഉദാഹരണം പറയാം. എനിക്കോട് ആമി, താച്ചു, 2 മക്കള് 7 വയസ്സും 11 വയസ്സും ഉള്ളപ്പോഴാണ് ഞങ്ങളെ കാണാണ്ടാവുന്നത്. അപ്പം അവര് ഞങ്ങളില്ലാണ്ട് വളരണത്. അവരവരുടെ ഒരു ജീവിതം ജീവിക്കുന്നത്. പിന്നെ നമ്മളൊരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരുടെ ഒരു ജീവിതത്തിൽ നമ്മളെങ്ങനെ ഇടപെടുക, നമ്മളെങ്ങനെയായിരിക്കും ഉണ്ടാവുക, നമ്മൾ ജീവിച്ച വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ രാഷ്ട്രീയ ദിശയോ ഒക്കെ അവരെ പൊളിറ്റിക്കലായിട്ടും പാരന്റ്ഹുഡ് കട്ട് ഓഫ് ആയി പോകുന്നു, അങ്ങനെ തോന്നുന്നു. പാരന്റ്ഹുഡ് അല്ല അതിൻ്റെ ഒരു പ്രശ്നം. പാരന്റ്ഹുഡ് പല രീതിയിലും കട്ട് ഓഫ് ആയി. ഒരു പ്രൊഫഷണലിന് വേണമെങ്കിൽ കട്ട് ഓഫ് ആയി പോകും, അതൊക്കെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ലിവിയൻ എന്ന് പറയില്ല, വിസ്മരിക്കപ്പെടൽ. അപ്പൊ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഒബ്ലിവിയൻ, വിസ്മരിക്കപ്പെടാതിരിക്കൽ എന്നുള്ളൊരു ഭയങ്കര സംഗതിയാണ്. തൂക്കുമരത്തിന് പോലും 2 വാതിലുണ്ട്. നമ്മൾ തൂക്കിക്കൊല്ലാൻ പോയ ഒരിടമല്ലാണ്ട് ശവശരീരം കൊണ്ടുപോകാനുള്ള വേറൊരു വാതിലുണ്ട്. ജയിൽ പക്ഷെ അതല്ല.
നമ്മൾ പോയ വഴി കൂടെ തന്നെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പോയ വഴിയിൽ കൂടെ തിരിച്ചു വരണമെങ്കിൽ നമുക്കൊരു കടലാസ് വേണം, നമ്മൾ തിരിച്ചയക്കപ്പെടുന്നു എന്ന് പറയണേ. അപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് പ്രോസസ്സ് നീളുമ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് നമ്മൾ കോൺഷ്യസിലുള്ളത്, ബീയിങ് എന്നുള്ള സ്വത്വം എന്നുള്ള അർത്ഥത്തിൽ നമ്മളില്ലല്ലോ. അപ്പോൾ നമ്മളില്ലാണ്ട് ലോകം മുന്നോട്ട് പോകും. അപ്പോൾ അത് വിസിബിളി ഐ ക്യാൻ സി, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യെസ്. ഇപ്പോൾ പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഈ സർവൈലൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതും ഇതിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. സർവൈലൻസ് ഇല്ലാത്ത ഒരു നിത്യജീവിതം ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ പുറത്തു വന്നിട്ടാണ് ഈ മറ്റേ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കണം. ആദ്യമായിട്ട് ഫോണൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചാൽ ഉടൻ തന്നെ പിന്നെ അതിൽ വരുന്ന അതിൻ്റെ അൽഗോരിതം വഴി അത് വരുന്ന മുഴുവൻ കാര്യങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമ്മൾ സർവൈലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബന്ധാമിന്റെ പാനോപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒന്നാണ് സർവൈലൻസിന്റെ ബേസിസ് എന്ന് പറഞ്ഞ നമ്മൾ ഒരു സ്ട്രക്ചർ, അതിന്റെ നടുവിൽ ഒരു ഗോപുരം. ജയിലൊക്കെ പണിതിട്ടുള്ളത് അങ്ങനെയാ, സ്കൂളുകൾ പോലും അങ്ങനെയാ, ഈവൻ മെന്റൽ ഹോസ്പിറ്റലുകൾ പോലും അങ്ങനെ. ഫൂക്കോ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് സർവൈലൻസ്. CCTV ക്യാമറ എന്ന് പറഞ്ഞാൽ പഴയ പാനോപ്റ്റിക്കിന്റെ ടെക്നോളജിക്കൽ രൂപമാണ്. പെഗാസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ടെക്നോളജിക്കൽ രൂപമാണ്. ഫോണിലാവുമ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും അഭിമുഖീകരിക്കുന്ന സർവൈലൻസിനെ കൂടാണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവിടെ പോകുന്നു, ആരെ മീറ്റ് ചെയ്യുന്നു. ഞാനൊരു ഒരു ഒരു കഥ പറഞ്ഞത്, ഞാനും ഷൈനി ഒരു ദിവസം കോയമ്പത്തൂർ ക്യൂ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് ഒപ്പിടാൻ പോയിട്ട്, എനിക്ക് മാത്രം ഒപ്പിടാൻ പറ്റും, ഷൈന എനിക്ക് കൂട്ടുവന്നാണ്. അവർ പഴയ സ്കൂട്ടറിന് പോവായിരുന്നു. ഈ സ്കൂട്ടറിന്റെ മറ്റേ ഫ്യൂവൽ മീറ്റർ കേടായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അന്ന് ഫ്യൂവൽ ഫുള്ളാ കാണിച്ചത്, പെട്ടെന്ന് ഓർമ്മയില്ലാണ്ട് വഴിയിൽ വെച്ച് പെട്രോൾ തീർന്നു. അതൊരു ഫ്ലൈ ഓവറിന്റെ മേലെ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഷൈന ഉള്ളത് കൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടു. എങ്ങനെയാ പിന്നെ ഷൈനേനെ ഒരു പ്രശ്നം അറിയിക്കാണ്ട് കൊണ്ടുപോകാന്ന്. അങ്ങനെ കാലുകൊണ്ടൊക്കെ കുത്തി അതിൽ, കാരണം ഈ ഫ്ലൈ ഓവർ ആയതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. കഷ്ടപ്പെട്ട് നീങ്ങണമെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരു ഫ്രീ ആയി നീങ്ങാൻ ആരംഭിച്ചു. ഞാൻ വിചാരിച്ചത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. കുറച്ച് പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ സർവൈലൻസ് നടത്തുന്ന ഒരു ക്യൂ ബ്രാഞ്ച് പോലീസുകാരൻ വണ്ടി തള്ളി തരിക. അപ്പൊ അങ്ങനെ പല ഇൻസിഡന്റും ഉണ്ടാവാറുണ്ട്. നമ്മളൊരു പ്രിന്റ് ഔട്ട് എടുക്കാൻ പോയിട്ട് വരുമ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പാവം അദ്ദേഹം വെയിലത്ത് വെക്കുന്നു അതേ സ്ഥലത്ത്. രൂപേഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറയുന്ന കേസുകളെല്ലാം അവസാനിക്കുകയാണോ ചെയ്തത്, അതോ ചില കേസുകളിൽ നിന്ന് വിടുതൽ നേടി ചില കേസുകളിൽ ജാമ്യം, അങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്? ഇതൊരു നമ്മള് മൊത്തം 43-ലധികം കേസ്, 45 കേസ്, 43 കേസുകളെ വന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്റെ അറസ്റ്റ് ചെയ്ത ദിവസം ഒരു ഇൻട്രോഗേഷന്റെ സമയത്ത് നമ്മൾ അവരുടെ അഭിപ്രായത്തിൽ നമ്മൾ സഹകരിക്കുന്നില്ല. അപ്പൊ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് സംസാരിക്കാതിരിക്കാം. അപ്പൊ നമ്മളത് ഇവോക്ക് ചെയ്യാൻ നമ്മൾ സ്വന്തമായിട്ട് എനിക്കെതിരായിട്ടുള്ള തെളിവ് പറയാൻ ഞാൻ സന്നദ്ധല്ല എന്ന് ഭരണഘടനയിൽ പറയുന്ന ഒരു കാര്യം നമ്മളവിടെ ചെയ്യുമ്പോൾ അതിന് ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സഹകരിക്കുന്നില്ല. അപ്പോൾ ഒരാള് 2 ഓപ്ഷനാണല്ലോ സഹകരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജയിലിൽ കിടക്കും. അപ്പൊ എൻകൗണ്ടർ ജയിൽ അവരുടെ പിന്നെ സാധിക്കാണ്ട് വന്നു. ഒരു SP ആയിരുന്ന ഒരാളെ പറഞ്ഞ്, അദ്ദേഹം പിന്നീട് ഒരു ട്രെയിനിൽ വെച്ച് മദ്യപാനം നടത്തി ഇത് ചെയ്തിട്ട് ജോലിയൊക്കെ ഡിസ്മിസ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ പിന്നെ പത്രത്തിൽ വായിച്ചിരുന്നു. അന്നത്തെ ISIT-ന്റെ SP ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പുറം ലോകം കാണിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മളിപ്പോൾ ആലോചിക്കുക, അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പൊ ഞാനിപ്പോ 10 കൊല്ലമായപ്പോ മിക്കവാറും എല്ലാ കേസുകളിൽ നിന്നും ജാമ്യം കിട്ടി, ഡിസ്ചാർജായി റിലീസ് ആവും എന്നുള്ളൊരു സമയത്താണ് പുതിയ കേസുകൾ വരുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞ ഡെമോക്രസിന്റെ വാളും മേലെയുണ്ട്. കാരണം അതിനിടയിൽ ഈ പറഞ്ഞ കാര്യം, അതായത് ഈ ചോദ്യം ചെയ്യൽ 2015 അറസ്റ്റ് ചെയ്യുന്നത് ആന്ധ്ര പോലീസ് ആണെന്നാണ് എന്റെ അറിവ്. APSIB, ആന്ധ്ര പോലീസ് സ്പെഷ്യൽ ഇന്റലിജൻസ് ബ്യൂറോ, നൊട്ടോറിയസ് എന്ന് പറയാം. എൻകൗണ്ടർ കില്ലിങ്ങുകളിലൊക്കെ ഉള്ള വളരെ കുപ്രസിദ്ധമായിട്ടുള്ള. അപ്പൊ കൊണ്ടുപോയത് ആന്ധ്രാപ്രദേശിലേക്കായിരുന്നു? അല്ല, യഥാർത്ഥത്തിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം. പക്ഷെ അവർ കൊണ്ടുവരുന്നത് ഞങ്ങള് മനസ്സിലാക്കിയത് വാളയാറിനടുത്തുള്ള ഒരു വനമേഖലയിലേക്കാണ്. അവരൊരു ഡയറക്ഷൻ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു വളരെ പ്ലാൻഡ് അല്ല.
നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ഒരു സർവൈലൻസിലേക്ക് വന്നു പെട്ടതാ. അപ്പൊ അവര് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് മാത്രം നമ്മൾ എന്താ പറയാ 6-ാം തീയതി തൊട്ടാണ് പിന്നെ ഫോർമലായിട്ടുള്ള ഈ പറഞ്ഞ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഇന്ററോഗേഷൻ നടക്കുന്നത്. മറ്റൊന്നും രേഖപ്പെടുത്തപ്പെടാത്ത ഇന്ററോഗേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെ ഇന്റലിജൻസ് വിഭാഗങ്ങളും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസികളും ഒക്കെ ആയിട്ട്, അപ്പൊ അതില് ഈ അതിന്റെ ഇടയിൽ വെച്ചിട്ടാ ഈ മറ്റേ കേരള പോലീസിലെ ഒരു എനിക്കറിയാം, പേരറിയാം, ഞാൻ മെൻഷൻ ചെയ്യണില്ല, എൻകൗണ്ടർ ചെയ്യും എന്നുള്ളൊരു സംഗതി പറഞ്ഞപ്പോൾ ഞങ്ങളതൊരു ഇഷ്യൂ ആക്കി ഷൈനയുടെ പേരിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പൊ പിന്നെ ഈ ക്യൂബ്രാഞ്ചേര് അന്ന് പിന്നെ കേരള പോലീസിനെ മുഴുവൻ പുറത്താക്കുകയുണ്ടായി. ഓക്കെ, അത് ലീഗലൈസ് ചെയ്യപ്പെട്ട. അതായത് അപ്പോൾ തടവ് ഈ വധത്തിന് പകരമായിരുന്നു അല്ലെ എന്ന് പറയേണ്ടി വരും അല്ലെ, വധിക്കപ്പെടാത്തത് കൊണ്ട് തടവില്ല എന്ന്. അതായത് ശരിക്കും തമിഴ്നാട് പോലീസ് അല്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്, ആന്ധ്ര സ്പെഷ്യൽ ഇന്റലിജൻസ് ബ്യൂറോ ആണ്. അവരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ്. കാരണം അവർ, ഞാൻ നേരത്തെ പറഞ്ഞാൽ, അവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഒരു വെഹിക്കിളിൽ ഞങ്ങൾ 5 പേരും പിന്നെ വേറെ അവരെ ഒരു 8-9 ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് ഒരു പാക്ഡ് ആയിട്ട് വരേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ സാഹചര്യം ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഫ്രണ്ട് സീറ്റിൽ വേറെ 2 ആൾക്കാരുണ്ട്, ഞാൻ ഡ്രൈവർ വശത്തായിരുന്നു. അനൂപ് പുറകിൽ സീറ്റിലുണ്ട്, ഷൈനയും അനൂപ് വീരമണി പുറകിൽ സീറ്റിലും ഷൈന അതിൻ്റെയും പുറകിലുള്ള സീറ്റിൽ. അപ്പൊ അവരുടെ ഒരു കോർഡിനേഷൻ മനസ്സിലാക്കി. പിന്നെ തെലുങ്ക് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അവരുടെ ഡെസ്റ്റിനേഷൻ അവർ വനപ്രദേശമാണെന്നുള്ളത് നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. അപ്പൊ പിന്നെ നമ്മൾ മനസ്സിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ്. കാരണം നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അവർ വളരെ പ്രൊഫഷണൽസാണ്. ഒരു 1.5 മിനിറ്റിനുള്ളിൽ ഞങ്ങളെ വണ്ടിയിലകത്താക്കി. ഈ ചായപ്പീടിയെന്ന് ഒരു 1.5 മിനിറ്റിനുള്ളിൽ വണ്ടിയുടെ അകത്താക്കി. അത്രയും സ്വിഫ്റ്റ് ആയിട്ടുള്ള ദ്രുതഗതിയിലുള്ള ആക്ഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോ എന്തായാലും അവസാനിക്കാൻ പോവാണ്, ലാസ്റ്റ് അറ്റംപ്റ്റ്. ഞാൻ അനൂപിനോട് ബാക്കിലേക്ക് വിളിച്ചു പറഞ്ഞു, അനൂപ് ഞാൻ വണ്ടി മറിക്കാൻ പോവാണ്. അപ്പൊ മലയാളം അവർക്ക് അറിയാം ഒരാൾക്ക്. അപ്പൊ അവര് തെലുങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ എന്റെ 2 കൈയും കെട്ടിയിട്ടു. എനിക്ക് സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കാന്നായിരുന്നു എൻ്റെ ഒരു, നല്ല സ്പീഡിലാണ് പോണത്. അപ്പൊ അത് സാധ്യമല്ലാണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അനൂപ് നമുക്ക് കുറച്ച് സെക്കൻഡേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാല് ഫ്രീ ആണ്. ഡ്രൈവറെ നോക്കിയപ്പോൾ ഡ്രൈവർ ആക്സിലേറ്ററാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലച്ചിൽ ചവിട്ടി അമർത്തി പിടിച്ചു. വണ്ടി റേസായി നിന്നു. അവർക്ക് മനസ്സിലായില്ല എന്താന്ന്, ബാക്കി ആർക്കും മനസ്സിലായില്ല. വണ്ടി റേസാവണു നിൽക്കും. അപ്പം ആ റേസ് ആവണതിൻ്റെ ഭാഗമായിട്ട് വണ്ടി നിൽക്കുവാണ് റോട്ടിൽ. ഒരു ക്രൗഡ് ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് എല്ലാവരോടും മുദ്രാക്കി വിളിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഷൈനയ്ക്കും കണ്ണനും വാതിൽ തുറക്കാൻ ഞങ്ങളുടെ തട്ടിക്കൊണ്ടു പോകണമെന്ന് പറയാൻ അവസരം കിട്ടി. അപ്പോൾ ആ പോയിന്റിൽ, അത് ഏത് പ്രദേശമായിരുന്നു? അത് കോയമ്പത്തൂർ ഔട്ട്സ്കേർട്സ് ആയി തുടങ്ങി. അപ്പോൾ ആ പോയിന്റിൽ അവർ പിന്നെ തിരിച്ച് ക്യൂബ്രാഞ്ചിന് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അവർ തിരിച്ചുപോയി. രമേശ് ചെന്നിത്തല അത് പിന്നീട് പറഞ്ഞിരുന്നു വേറെ തരത്തിൽ, അദ്ദേഹത്തിന്റെ ഒരു പങ്ക് എന്നുള്ള തരത്തിൽ. അതൊന്നും ഫാക്റ്റ് അല്ല. ഇതൊക്കെ ഇതിനൊക്കെ ശേഷമാണ്, ഒരു 7:30-ക്കൊക്കെ ശേഷമാണ് അവർ കേരള പോലീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. ആളുടെ ഒരു ഇടപെടൽ ആ പോയിന്റ് ടു പോയിന്റ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. കൊല്ലരുത് ഞാനാ പറഞ്ഞേ അതൊക്കെ പറഞ്ഞിട്ട്. ശരിയല്ലേ? അത് ശരിയാവാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേഷനും ഇല്ല. തമിഴ്നാടിന് പോലും ക്യൂബ്രാഞ്ച് അല്ലാണ്ട് ഒരു കോർഡിനേഷൻ അവർക്കില്ല. കാരണം അവർക്ക് ഇവരെ ഒന്നും ബോധ്യപ്പെടുത്തിയിട്ട് എൻകൗണ്ടർ ചെയ്യാൻ പറ്റില്ലല്ലോ. ലോജിക്കലായിട്ട് ആലോചിച്ചത് മനസ്സിലാവില്ല. ഏത് കേസിന്റെ ഒരു കുറ്റം തെളിയിക്കപ്പെട്ടിട്ടാണ് ശരിക്കും ജയിലിലായത്? ജയിലിലാവണത് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടല്ല. നമ്മൾ, കാരണം എൻ്റെ പേരിലുള്ള ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നത് 9 വർഷത്തിന് ശേഷമാണ്. ഞാൻ കസ്റ്റഡിയിൽ ജയിലിലായി 9 വർഷത്തിന് ശേഷമാണ് വിചാരണയായിരുന്നു. അതെ. അപ്പൊ നമുക്കത് മനസ്സിലാവുന്നത് നമ്മുടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഈ 9 വർഷത്തിന് ശേഷം എന്നെ വെറുതെ വിട്ടാൽ എന്തായിരിക്കും? അതെ. അപ്പൊ ഒരു ഡിലമ സിസ്റ്റത്തിൽ ഇപ്പൊ ധാരാളമായി നടക്കുന്നുണ്ട്. അല്ല, അതൊരു ഡിലമയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കൂടുതൽ മറ്റേ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മളൊരു ദൃശ്യപരത ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ അതൊരു ഒരു എന്താ പറയാ, ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഇതാണ്, പെട്ടെന്ന് എക്സ്പോസ് ആവും. അപ്പൊ 9 വർഷത്തിന് ശേഷം എന്നെ മറ്റേ ചെറിയൊരു ശിക്ഷ പോലും വിധിക്കാൻ പറ്റില്ല.
അപ്പൊ അങ്ങനെയാണ് 9 വർഷത്തിന് ശേഷം 10 വർഷം ശിക്ഷ വിധിക്കുന്നത്. അപ്പൊ അതിലൊരു തമാശ ഉണ്ടായിരുന്നു, അത് 5 വർഷത്തിന് ശേഷമാണെങ്കിൽ 6 വർഷം ശിക്ഷയാവേ ആയിരുന്നുള്ളൂ. അതുപോലും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ആ കേസ് ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ആ കേസ് പർട്ടിക്കുലർ ആയിട്ട് അത് വെള്ളമുണ്ടൽ ഒരു പോലീസുകാരന്റെ വണ്ടി കത്തിച്ചു എന്നുള്ളതാണ്. പ്രമോദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരന്റെ വണ്ടി കത്തിച്ചു എന്നിട്ട് വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തൊരു കേസാണ്. ആ പ്രമോദ് എന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെ കോടതിയിൽ അഡ്മിറ്റ് ചെയ്തൊരു കാര്യമാണ്, അദ്ദേഹം അതിന് ഇൻഷുറൻസ് തുക വാങ്ങി. ഇൻഷുറൻസ്, അപ്പൊ ഞങ്ങൾ ഈ ഇൻഷുറൻസ് റൂള് നോക്കുമ്പോൾ ടെററിസ്റ്റ് ആക്ട് നടന്നാൽ അത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരില്ല. അപ്പോൾ അതൊരു ആക്സിഡന്റ് ആണ് ലീഗലായിട്ട്. അപ്പോൾ പിന്നെ എനിക്കെതിരായിട്ട് NIA UAPA സാങ്ഷൻ ഒന്നും എടുത്തിരുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും UAPA കേസ് വരാൻ പാടില്ല ഒരു കാര്യമാണ്. പക്ഷേ ഈ കീഴ്ക്കോടതിയിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കീഴ്ക്കോടതിയിലെ സ്പെഷ്യൽ കോർട്ട് ജഡ്ജിമാർക്ക് പ്രത്യേകിച്ച് NIA ജഡ്ജിമാർക്ക് ഭയങ്കര സമ്മർദ്ദമുണ്ട്. മാത്രമല്ല NIAയുടെ ഒരു 100% കൺവിക്ഷൻ എന്നുള്ളൊരു റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ജഡ്ജിമാരുടെ കൂടി ഒരു ബാധ്യതയായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എന്നോട് ഒരു പക്ഷേ ഞാൻ ഈ നോവലില് ശ്രമിച്ചിട്ടുണ്ട് ന്യായാധിപരുടെ ഒരു ലിബറൽ കോൺസെപ്റ്റ്. അതിനിടയിൽ ഞാനൊന്ന് ഈ പുസ്തകം ഒന്ന് കാണിക്കുകയാണ് പ്രേക്ഷകരെ. ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് രൂപേഷിന്റെ ഏറ്റവും പുതിയ നോവൽ. എൻ്റെ പേര് DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. യെസ്, ഇതില് ഇവരൊക്കെ ശ്രമിച്ച ഭീമകൊറക കേസിലൊക്കെ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത ഈ നോവൽ നിങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ എന്തിനാ നിങ്ങൾ ജയിലിൽ കിടക്കുന്ന വീട്ടില് താമസിക്കാനുള്ള ഒരു ഉത്തരവ് ഇടുമായിരുന്നല്ലോ എന്ന്. അപ്പൊ പെട്ടെന്ന് വിചാരിക്കുന്നത് ഭയങ്കര പ്രോഗ്രസീവാണ്, കാരണം ലിബറലാണ്. പക്ഷെ ഒരു കവിത എഴുതി എന്നുള്ളതിന്റെ പേരിൽ വീട്ടുതടങ്കലാണ്. ഞാൻ എന്റെ ശിക്ഷേനെ വെച്ചിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. എനിക്ക് ജീവപര്യന്തം ശിക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ലിബറൽ ചിന്താഗതിയാ. പക്ഷെ എന്നെ വെറുതെ വിടുന്നതിന് പകരമായിട്ട് സിസ്റ്റത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 10 കൊല്ലം ശിക്ഷിക്കുകയുണ്ടായി. ഇപ്പൊ എന്റെ കുറ്റം അപ്പൊ ആ 10 വർഷത്തെ ശിക്ഷയായിരുന്നോ യഥാർത്ഥത്തിൽ കൂടാതെ വേറെ? അതെ, 10 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്താണ് ഞാനൊരു സിം കാർഡ് എടുത്തു എന്നിട്ട് എനിക്ക് ഒരുപാട് കേസുകൾ തമിഴ്നാട്ടിൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് അവിടെ ഒരു പെറ്റി കേസ് പോലും ഇല്ല. എന്റെ കയ്യിൽ നിന്ന് സീസ് ചെയ്തു എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആയിട്ടാണ് അവർ രേഖപ്പെടുത്തിയുള്ളൂ. ഒരു ടാബ്ലറ്റ്, അതിലൊരു സിം കാർഡ്. ആ ടാബ്ലറ്റിൽ നിന്ന് ഒരു ഫോൺ കോൾ പോലും വിളിച്ചിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് നോക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് റെക്കോർഡ്സ്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കെതിരെ അങ്ങനത്തെ കേസുകൾ വരാൻ പാടില്ല. പക്ഷെ എനിക്കെതിരെ 19 സിം കാർഡ് കേസുകൾ വന്നു. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ SP പറഞ്ഞ പോലെ നിങ്ങളെ പുറം ലോകം കാണിക്കില്ല എന്ന് പറയണമെങ്കിൽ നമ്പർ ഓഫ് കേസസ് നിങ്ങൾക്കെതിരെ ഉണ്ടാവണം. നിങ്ങൾ ചെയ്തോ ഇല്ല എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അപ്പൊ സിമ്പിളായിട്ട് പറയണേ, ഈ സിം കാർഡ് കേസിന്റെ മാക്സിമം നമ്മൾ ഒരു ഡോക്യുമെന്റ് ടാമ്പർ ചെയ്തുന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവാവുന്ന ഒരു 3 കൊല്ലത്തെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളൊക്കെ ഉള്ളൂ ഇതില്. നമ്മളിപ്പോ രേഖയിൽ ആസ് ഇറ്റ് ഈസ് പറയുകയാണെങ്കിൽ 7 കൊല്ലം ശിക്ഷയാണ് ഇതിലെ പരമാവധി. 471, 468 എന്നൊക്കെ പറഞ്ഞ പഴയ IPC വകുപ്പുകൾക്ക്. ഇതില് പിന്നെ UAPA കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇത് ഭയങ്കര. സിം കാർഡിന്റെ കേസിൽ പോലും UAPA വന്നോ? ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കെതിരായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യനെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞൊരു കേസില്ല. ഒരു നഖം കൊണ്ട് ഒരാളെ മുറിവേൽപ്പിച്ചു എന്നുള്ള കേസില്ല. ഈ പറഞ്ഞ ഈ സാഹചര്യത്തിൽ പോലും നമുക്കെതിരായിട്ടുള്ള കേസുകളിൽ പ്രധാനമായിട്ടുള്ളത് ബീയിങ് മെമ്പർ ഓഫ് എ ബാൻഡ് ഓർഗനൈസേഷൻ എന്ന ഒരു ഇതിന്റെ, അതായത് ഒരു നിരോധിത സംഘടനയിലെ അംഗമാണ് എന്ന് പറഞ്ഞിട്ടുള്ള അത് എല്ലാ കേസിലുണ്ട്. ഈ 46 കേസിലുണ്ട്. അതുപോലെ നിരോധിത സംഘടനയെ സഹായിച്ചു. പിന്നെ പല അങ്ങനത്തെ UAPയിലും മറ്റു പല വകുപ്പുകൾ. അപ്പൊ ഈ നിരോധിത സംഘടനയിൽ അംഗമാവുന്ന പറഞ്ഞിട്ട് ഈ 46 മറ്റു കേസുകളിൽ വരുമ്പോ ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘടനയിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് അംഗമാവാൻ പറ്റും? ഒരു സംഘടനയിൽ ഒരു പ്രാവശ്യം അംഗമാവാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഒരു സംഘടനയിൽ അംഗമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശിക്ഷിക്കുമ്പോ ഒരു ശിക്ഷിച്ചു നോക്കിയാ നമ്മുടെ CRPCയിലൊക്കെ പറയുന്നുണ്ട് 300 എന്നുള്ള സെക്ഷനിൽ പറയുന്നുണ്ട് ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യം ശിക്ഷിക്കുക പറ്റുള്ളൂ. ഒരു തവണ അംഗമായതിന് ഒരു തവണയെ പറ്റുള്ളൂ. അതെ. അപ്പം ഈ 10 കൊല്ലം ശിക്ഷിച്ചത് ഈ മറ്റേ അംഗമാണെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെയും മറ്റേ വേറൊരു സിം കാർഡ് കേസിൽ അംഗമാണെന്ന് പറഞ്ഞിട്ടൊരു ജീവപര്യന്തം ശിക്ഷിച്ചു. ഞാൻ ഇതിൽ അമുഖത്തിൽ വായിച്ചു, അതായത് താങ്കൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ഗ്രാമം കൂടിയാണ്, അവിടുന്നാണ് ഇത്
ഈ സിം കാർഡ് സംഘടിപ്പിച്ചു? ശിവഗംഗ എന്ന് പറഞ്ഞ ജില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതെവിടെയോ നോർത്ത് ഇന്ത്യയിലാണെന്നാണ്. പിന്നെ അതെ അതെ പിന്നെയാണ് മനസ്സിലാക്കുന്നത് അത് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് തമിഴ്നാട്ടിലാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസിൽ ജീവപര്യന്തം വരെ ശിക്ഷിക്കപ്പെട്ടിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷനോ എന്തെങ്കിലും ഉണ്ടായതായിട്ട് താങ്കൾക്ക്? അല്ലെങ്കിൽ ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒന്ന് നമ്മുടെ സൊസൈറ്റിന്റെ ഒരു മോശം നല്ല അർത്ഥത്തിലല്ല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇപ്പൊ ഒരു വിവരങ്ങളുടെ ഒരു അതിപ്രസരം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഈ വിവരങ്ങളുടെ അതിപ്രസരം എന്ന് പറഞ്ഞ ഫാക്ടുകളാവണമെന്നില്ലല്ലോ. ഫാക്ടോയിഡ് എന്ന് പറയില്ലേ, ശരിയാണെന്ന് വിചാരിക്കുന്ന സത്യങ്ങളും കൂടി ആകാം. UAPA എന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ഒരു ടെററിസ്റ്റ് എന്നാ പറയാം. കാരണം ടെററിസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റേറ്റിനെതിരായിട്ടുള്ള എന്തും പിന്നെ ആരോപിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയണ പോലെ സ്റ്റേറ്റിനെ ശല്യപ്പെടുത്തുന്ന എന്തും ടെററിസം എന്നുള്ള പോലെ എത്തിക്കുമ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതില് ഈവൻ ലീഗലായിട്ടുള്ള ശരി പോലും പ്രശ്നമല്ല. കാരണം എന്നെ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കുന്ന കേസിൽ ഞാൻ പാർട്ടി പേഴ്സണായിട്ട് ആർഗ്യ ചെയ്തിട്ട് ആ ഹാളിൽ ഉണ്ടായിരുന്ന മുഴുവൻ സീനിയർ വക്കീലന്മാരും എന്നെ വ്യക്തിപരമായിട്ട് അഭിനന്ദിക്കും. പ്രോസിക്യൂട്ടർ കൗണ്ടർ ആർഗ്യുമെന്റ് ചെയ്തില്ല. അങ്ങനത്തെ ഒരു കേസായിരുന്നു. എന്നിട്ടാണ് അതിൽ ശിക്ഷിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു പ്രശ്നമുണ്ട്. അതിൽ ഞാൻ 10 കൊല്ലം റിമാൻഡ് തടവുകാരനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 10 കൊല്ലത്തിൽ താഴെ എന്ത് തടവ് കിട്ടിയാലും ഞാൻ ആ പോയിന്റ് ഓഫ് ടൈമിൽ ഇറങ്ങി പോകും. അപ്പൊ ഞാൻ ഇറങ്ങി പോകരുത് എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായിട്ടേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇപ്പൊ നമ്മൾ ഈ ഇലക്ഷന്റെ സമയത്ത് ഇവരൊക്കെ രാജീവിന്റെയും രാജേഷിന്റെയും ഒക്കെ രാജീവിന്റെയും രാജേഷിന്റെയും ഒക്കെ ഇലക്ഷൻ അഫിഡവിറ്റ് നോക്കിയാൽ അതിലുള്ള അവരുടെ കേസുകൾ ഉണ്ടല്ലോ, ആ കേസുകളെക്കാൾ കുറഞ്ഞ ഗ്രാവിറ്റിയിൽ വരേണ്ട കേസുകൾ എന്റെ ഒരു നോട്ടീസ് വിതരണം നടത്തിയെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഒരു കുറഞ്ഞ ഗ്രാവിറ്റി അവരുടെ അഫിഡവിറ്റുകളിൽ പറയുന്ന കേസുകൾ എന്താണ്? മറ്റേ ഈ പറഞ്ഞ പോലെ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കൽ, മറ്റേ റോഡ് തടസ്സപ്പെടുത്തൽ, മറ്റേ അങ്ങനത്തെ ഒഫൻസുകളാണല്ലോ അവർക്കെതിരായിട്ട്. അതായത് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷെ നമ്മള് നേച്ചർ ഓഫ് ഒഫൻസ് ആണല്ലോ നോക്കുക ഒരു നിയമ സംവിധാനത്തിനുള്ളിൽ. അപ്പോ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഗ്രാവിറ്റി കുറഞ്ഞ ഒഫൻസ് ആയിരിക്കണം ഉണ്ടെങ്കിൽ പോലും എന്റെ പേരിൽ ചുമത്തപ്പെടേണ്ടുന്നത്. മറിച്ച് ഈ UAPA വരുന്നതോട് കൂടിയിട്ടാണ് ഞാൻ അവർ തമ്മിൽ വ്യത്യാസമാവുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ സംബന്ധിച്ച് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ അത് നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതാണ് അടുത്ത ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ആശയത്തിന് എന്തോ കുഴപ്പമുണ്ടോ? അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് സ്റ്റേറ്റിനെ അട്ടിമറിക്കും എന്നുള്ള ഒരു സംഗതി അതിന്റെ ഒരു വിത്ത് അതിൽ ഉൾക്കൊള്ളുന്നു. ബേസിക് ആയിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയണത് അതാണല്ലോ. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് എന്റെയും രാജീവിന്റെയും ബിനോയ് വിശ്വത്തിന്റെയും ഒക്കെ ഒരു ഫണ്ടമെന്റൽ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ മാർസിന്റെ മറ്റേ ഈ പാരീസ് കമ്മ്യൂണിന്റെ അനുഭവ പാഠങ്ങൾ നിലവിലുള്ള വ്യവസ്ഥിതിനെ അതേപോലെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പാരീസ് കമ്മ്യൂണിന്റെ അനുഭവ പാഠങ്ങളിലെ ഒരു ക്രക്സ് ആണ്, ആ ഉള്ളടക്കമാണ് ഞങ്ങളൊക്കെ പൊതുവിൽ കൺവേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ അതിന് വ്യത്യാസമാവുന്നു? ഒന്നല്ലെങ്കിൽ അവര് കോംപ്രമൈസ് അല്ലെങ്കിൽ ഞാൻ വേറൊരു കാഴ്ചപ്പാട് സ്വീകരിക്കണം. അപ്പൊ ഞാൻ എന്തായാലും പാരീസ് കമ്മ്യൂണിന്റെ അനുഭവപാഠങ്ങളിൽ ഉറച്ചു നിൽക്കുവാണ്. അവരങ്ങനെ ചെയ്യണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ശ്രീ രൂപേഷ്, താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ കോംപ്രമൈസ്ഡ് ആണ്? ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററി തന്നെ പരിശോധിച്ചാൽ രൂപീകരിച്ച കാലത്ത് ഭയങ്കര ചർച്ച നടന്നത് നമ്മൾ രൂപീകരിച്ചത് പ്രഖ്യാപിക്കണോ വേണ്ടെന്ന. അപ്പോൾ ചിങ്കാരവേൽ ചെട്ടിയാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ നേതാവാട്ടോ, ഭയങ്കര ജനകീയനാ, വലിയൊരു സെക്ഷൻ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷ് വേട്ടയാടൽ ആരംഭിക്കും. അപ്പൊ നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കെട്ടിപ്പടുക്കാൻ പോകുന്നത്? വേട്ടയാടൽ ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ കെട്ടിപ്പടുക്കാൻ പോകുന്നത്? രണ്ടാമത്തെ, ഈ ചരിത്ര കാലഘട്ടത്തിൽ ഉടനീളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ട് പ്രവർത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 48-50 ചെറിയൊരു പീരീഡിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡീവിയേഷനാണ് ഐഡിയോളജിക്കലായിട്ട്. റഷ്യൻ പാത, BT രണദീപ പാത, സുന്ദരയ്യന്റെ ചൈനീസ് പാത,
അത് കഴിഞ്ഞിട്ട് പിന്നെ EMS ഒക്കെ അവിടെ പോയിട്ട് മറ്റൊരു സ്റ്റാലിൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള പാർലമെന്ററി ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മളും ഡീവിയേഷൻസ് ഉണ്ടാകും. ഇങ്ങനെ സമ്മർസാൾട്ടുകൾ ഇങ്ങനെ വരില്ലല്ലോ. അപ്പൊ അത്ര ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രയോഗങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ചൈനയിലൊക്കെ ഇതിനേക്കാൾ കുറഞ്ഞ ഓപ്പർച്യൂണിറ്റിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കുവഹിക്കാൻ കഴിഞ്ഞത്. ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്നിലഴിയണം. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം അത് ഐക്യപ്പെട്ട് പ്രവർത്തിക്കേണ്ട എന്നുള്ളതല്ല. അതൊരു ക്ലാസ് ആണ് റെപ്രസെന്റ് ചെയ്യണത്. ആ ക്ലാസ്സിനെ തിരിച്ചറിയാനും സ്വന്തമായിട്ടുള്ള പരിപാടി ഒരു പ്രോഗ്രാം മുന്നോട്ട് വെച്ചിട്ട് കൊണ്ടുപോകാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ റെപ്രസെന്റ് ചെയ്ത ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയണ്ടേ? ഇപ്പോ അല്ലോ, ഞാൻ ചോദിക്കുന്നത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല, ആ പ്രസ്ഥാനത്തിന് ഒന്നിനെയും അതിജീവിക്കാൻ കഴിയാതെയും പോയില്ലേ. ഇപ്പൊ ഫൈനലി ചില സ്ഥലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ, പ്രതിരോധങ്ങൾ അതൊക്കെ ഫലവത്തായിട്ടുണ്ടാകും. ഇപ്പൊ ഛത്തീസ്ഗഡിലാവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള വളരെ എന്താ പറയുക നേരിട്ട് അടിച്ചമർത്തൽ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗോത്രവർഗ വിഭാഗങ്ങളിൽ നിന്നൊക്കെ നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പോൾ ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മുൻനിർത്തി പ്രവർത്തിച്ചിട്ടും അതിന്റെ പരിസരത്ത് എവിടെയും എത്താൻ കഴിഞ്ഞോ? അത് മാത്രമല്ല, ഇതിപ്പോ ആളുകൾ തിരസ്കരിക്കുന്ന ഒരു ഐഡിയോളജി ആയിട്ട് മാറുകയും ചെയ്തിട്ടില്ലേ? നമ്മൾ തിരസ്കാരത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതൊരു പോസ്റ്റ് മോഡേൺ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ആ ലെവലിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയോളജിക്കലായിട്ട് മാർക്സിസം, പോസ്റ്റ് മാർക്സിസം എന്നൊക്കെ പറയണ്ടായിരുന്നു. നമുക്ക് സാധാരണ മനുഷ്യരുടെ അടുത്ത് പോയാൽ അവർ ദൈനംദിന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുവിലുള്ള ഹിസ്റ്ററി നോക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നോക്കുന്നതിന് പകരമായിട്ട് വേറെ തരത്തിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യാസമായിട്ടില്ലേ. ഇപ്പൊ 1970 CPI-ML, ഞാൻ നേരത്തെ പറഞ്ഞ മാവോയിസ്റ്റ് ധാരയുടെ ഒരു ആരംഭം ഉണ്ടാവണം. 69 പാർട്ടി രൂപീകരിക്കണു, CPI-ML രൂപീകരിക്കുന്നു, ചാരു മഹീന്ദർ ജനറൽ സെക്രട്ടറി ആവുന്നു. 72 ചാരു മഹീന്ദർ കൊല്ലപ്പെടുന്നു. ചാരു മഹീന്ദർ കൊല്ലപ്പെടുന്നതോട് വേണ്ടിയിട്ട്, കാരണം അത് ഒരു സ്വാംശീകരിക്കപ്പെട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല, പലതരത്തിലൊക്കെ വരികയുണ്ടായിട്ടില്ലാണ്. പിന്നീട് ഭയങ്കര ആശയ കേന്ദ്രീകരണം ഇല്ലാണ്ടാവും, പിളർപ്പുകൾ. 73 ആവുമ്പം വാഷ് ഔട്ടായി ശരിക്കും. ഇതന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. 1848 സോഷ്യലിസം എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് പശ്ചിമ യൂറോപ്പിൽ തൊഴിലാളി വർഗത്തിന്റെ ഒരു അപ്സർജ് ഉണ്ടാവുന്നത് ഭയങ്കര എല്ലാവരും ഇൻസ്പയർ അയച്ചതാണ്. 52 അത് നിശ്ചലായി. പാരീസ് കമ്മ്യൂൺ നിശ്ചലായി. ഭയങ്കര ലോകത്തിന് മുഴുവൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട് എല്ലായ്പ്പോഴും. ഇനിയും അപ്സ് ഉണ്ടാവും എന്നാണ് താങ്കൾ. ചരിത്രം എങ്ങനെ അവസാനിക്കണം? ഞാൻ ഈ സമീപകാലത്തായിട്ട് TT ശ്രീകുമാറിന്റെ ഒരു ഇത് കണ്ടിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും ബദൽ ഉണ്ടാവുമ്പോഴല്ലേ അതിലേക്ക് കാര്യങ്ങൾ പോവുക. എന്തെങ്കിലും ബദൽ ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും വേറൊരു ഇന്റർപ്രിട്ടേഷൻ പറയാൻ പറ്റുന്നുണ്ടോ? നമ്മളൊരു വ്യവസ്ഥ എന്നുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥ, അതിന് പകരമായിട്ടുള്ള സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, കമ്മ്യൂണിസം. അപ്പോ മുതലാളിത്ത വ്യവസ്ഥ നമ്മൾ ഒന്ന് പരിശോധിക്കുക. ഇത്രയധികം കയോട്ടിക് എന്ന് പറയാവുന്ന, അക്രമം എന്ന് പറയുന്ന, ക്രമമില്ലായ്മ എന്ന് കയോട്ടിക് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് പോലും ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ അങ്ങനെയല്ല മനസ്സിലാക്കണ്ടേ. അപ്പൊ പ്രസക്തിയില്ലായ്മ ആർക്ക്? പറഞ്ഞ പോലെ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്, തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിശ്ചയമായിട്ടും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടാവും, മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും. അത് അനലൈസ് ചെയ്യണം. ചരിത്രത്തിൽ അങ്ങനെ അനലൈസ് ചെയ്ത് ശരിയാണ്. ഞാൻ പക്ഷെ എനിക്ക് എൻ്റെ ഒരു ചോദ്യം ഇപ്പൊ കുറെ കൂടി കറണ്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്തർ മന്തറിൽ കണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഒക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഡിവൈസീവ് ആയിട്ടുള്ള ചിന്തകൾ, ഞാൻ പറഞ്ഞ വിഭാഗീയ ചിന്തകളെ പാടെ തിരസ്കരിച്ചുകൊണ്ട്
ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക്, അത് പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഒരു ചിന്താഗതിക്ക് അനുസരിച്ചുള്ള, അവരൊക്കെ പൊളിറ്റിക്കൽ ഒട്ടും അവരൊന്നും ആ പൊളിറ്റിക്കൽ അല്ല എന്ന് നമ്മൾ വിചാരിച്ചിടത്താണ് അവർ ഈ അത്ഭുതങ്ങൾ കാണിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ ഇനിയിപ്പോ ഒരുപക്ഷെ താഴേക്കിടയിൽ നിന്നുള്ള സമരരൂപങ്ങളാവട്ടെ, ഇപ്പൊ ഛത്തീസ്ഗഡിലോ അതുപോലെ മധ്യപ്രദേശിലൊക്കെ ഇപ്പൊ നടക്കുന്ന ഭൂമി പിന്നെ ഒഴിപ്പിക്കപ്പെടുന്നതിന്റെ പ്രശ്നങ്ങളിലാവട്ടെ, അവിടുന്ന് ഒരുപക്ഷെ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാം. അതൊക്കെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു 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 സ്വഭാവം മനസ്സിലാക്കിയുള്ള രീതികളിലേക്ക് വരേണ്ടതല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ ഇപ്പൊ ഒരു ഒളിപ്രവർത്തനത്തിന്റെ കാലമാണോ ഇത്? ഞാൻ തുറന്നു ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഒളിപ്രവർത്തനം ഇനി ഈ ലോകത്ത് എന്തെങ്കിലും പുതുമ അല്ലെങ്കിൽ പുതിയതായിട്ട് സൃഷ്ടിക്കാൻ കഴിയും, അതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും എന്നൊക്കെ വിചാരിക്കുന്നത് കുറച്ചൊക്കെ റൊമാൻറ്റിക് അല്ലേ ശ്രീധരൻ? ഞാൻ പറഞ്ഞപ്പോ ദീപ് കെ, അതാണ് അദ്ദേഹമാണ് ദീപ് കെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് വൈറലായിരുന്നു. ഒമർ ഖാലിദിനെ കാണാൻ പോണത് ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മുസ്ലിം ആയിരുന്നെങ്കിൽ തിഹാർ ജയിലിലായിരുന്നു. ഒരു യാഥാർത്ഥ്യം എന്താ, അദ്ദേഹത്തിന് അഭിജിത്ത് ദീപ് കെ അല്ലാണ്ട് ഒരു മുഹമ്മദ് നിഷാമ അല്ലെങ്കിൽ മുഹമ്മദ് വേറെ ഒരു പേരിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഈ സമരം നയിക്കാൻ പറ്റുമായിരുന്നു? ഇല്ല, കഴിയില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ജനാധിപത്യത്തിന്റെ തന്നെ ഒരു ഉള്ളിലേക്ക് പോകാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇതൊരു പുതിയ കാര്യമല്ല. 68 നമ്മൾ കേട്ടിട്ടുണ്ടാവും, മറ്റേ ഫ്രഞ്ച് വസന്ത കലാപം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി കലാപങ്ങളിൽ ഒന്നാണ്. ഇതേ കാലയളവിൽ അമേരിക്കൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചത് യുദ്ധത്തിനെതിരായി, വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ട് ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ, ലാറ്റിൻ അമേരിക്കയിൽ കുറവായിരുന്നു കാരണം അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു, ആഫ്രിക്കയിലും ഉണ്ടായിരുന്നു കുറച്ച്. അപ്പൊ ഈ എല്ലാ കാലത്തും നമ്മള് പുതുതലമുറ വളരെ റെണോൾസുകായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ തലമുറ ജെൻസി എന്ന് പറയണോ, കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് പീരിയഡിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും രംഗത്തുണ്ടായിരുന്നു. ഒരു പക്ഷേ മാറ്റിമറിക്കപ്പെട്ടിട്ടുള്ളത് പോലും അവരുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു. ഭഗത് സിംഗ് കൊല ചെയ്യപ്പെടുന്ന സമയത്ത് പോലും 20s അപ്പൊ ഞാൻ പറഞ്ഞു, യുവജനങ്ങളുടെ പങ്ക് എല്ലാ കാലത്തും റെണോൾസുകൾ ആയിട്ട് തന്നെയായിരുന്നു. അപ്പോ ഈ പറഞ്ഞ മാവോയിസ്റ്റ് ധാരകൾ രൂപം കൊള്ളുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞ സാംസ്കാരിക വിപ്ലവമാണ്. 67 ആരംഭിച്ച് 65 തുടക്കമിട്ട് 67 ആരംഭിച്ചുകൊണ്ടുള്ള ഈ സാംസ്കാരിക വിപ്ലവത്തിന്റെ ലീഡർഷിപ്പ് വിദ്യാർത്ഥികളും യുവജനങ്ങളായിരുന്നു. റെഡ് ഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതിന്റെയൊക്കെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള മാവോ സെതുങ്ങിന്റെ സമരം അത് ആഭ്യന്തരമായിട്ട് ചൈനയിലെ വലതുപക്ഷത്തിനെതിരായിട്ടുള്ള സമരമായിട്ട് മാറും. ആ സമരം മാവോ സെതുങ്ങിന്റെ കോള ഏറ്റെടുക്കുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളാണ്. ഗോ ടു ദ വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേതിന് നമ്മളൊരു ചരിത്രപരമായിട്ട് വിലയിരുത്തണം. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് ത്രൂ ഔട്ട് ഈ ജന്തർ മന്ദിർ ഞാനൊരു ലൈവായിട്ട് മുഴുവൻ സമയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ മറന്നുകൂടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് അറബ് സ്പ്രിങ്ങിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. ജാസ്മിൻ റവല്യൂഷൻ നമ്മൾ പറയണ ടുണീഷ്യൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഈജിപ്തിലാണ്, യൂസഫായി എന്നാണ് മറ്റേ അവര് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഈജിപ്ഷ്യൻ താഹിർ സ്ക്വയറിൽ അവർ നിന്നുകൊണ്ട് തന്നെ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. എന്നെ ഭയങ്കര ജയിലിൽ വെച്ച് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് വർക്കേഴ്സിന്റെ വർക്കിംഗ് ക്ലാസിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ജൂലൈ 26 മൂവ്മെന്റ് ഒക്കെ തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള അതിന്റെ തുടർച്ചയായിട്ട് ആ ഈജിപ്തിലെ ഒരു വർഗ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യങ്ങളിൽ നിന്നും അവിടുത്തെ നീതിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സംഭവം. നേരത്തെ പറഞ്ഞാൽ വിദ്യാർത്ഥികളായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പൊ നമ്മള് അതിന്റെ ഒരു സാധ്യത ഈ സാങ്കേതിക വിദ്യ പെട്ടെന്ന് ഒരുമിപ്പിക്കുന്നു. അപ്പൊ സംഘടിതമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ആവശ്യമില്ല തുടങ്ങിയിട്ടുള്ള ആശയപരമായിട്ടുള്ള നമ്മൾ മൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന പോലെ പല കാര്യങ്ങൾ നടന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഒരു ജനാധിപത്യത്തിന്റെ ഒരു പുതിയ ഇടം തുറന്നു വെക്കുമ്പോൾ തന്നെ ഇത് ആത്യന്തികമായിട്ട് സംശീകരിക്കപ്പെടുന്നത് എവിടേക്കാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ജനാധിപത്യത്തിൽ തന്നെ, ഇതിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ അവിടെ ജസ്റ്റിസ് പാർട്ടി, അതായത് ഇസ്ലാമിക് ബ്രദർഹുഡിനാണ് അധികാരത്തിൽ വന്നത്, മുർസി.
അദ്ദേഹത്തിന്റെ ജനറലായിരുന്ന ഫത്തയാണ് LCC ആണ് പിന്നെ അത് പിടിച്ചെടുത്തത്. അപ്പൊ ആ ജനാധിപത്യമൊക്കെ എങ്ങോട്ട് പോയി? ആ മറ്റേ ആൾക്കൂട്ടം എങ്ങോട്ട് പോയി? ആ തെരുവുകൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? പറ്റിയില്ല, അത്ര രൂക്ഷമായിട്ടുള്ള അടിച്ചമർത്തലായിരുന്നു. ഇതേ സംഭവം തന്നെ ബംഗ്ലാദേശില് മറ്റേ ഈ പറഞ്ഞ പോലെ ഹസീനയ്ക്കെതിരായിട്ടുള്ള ഇത്രയും കാലത്തെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലുള്ള, പറയുമ്പോൾ സോഷ്യലിസ്റ്റ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അവരുടെ വിദ്യാർത്ഥികളുടെ കലാപത്തില് വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ സൈന്യം കൂടി ഇതിന്റെ ഒപ്പം നിലയുറപ്പിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ലെഫ്റ്റ്, അറ്റ്ലീസ്റ്റ് ലെഫ്റ്റ് സെൻട്രിസ്റ്റ് ആയിരുന്നു ഹസീന. റൈറ്റ് സെൻട്രിസ്റ്റ് ആയിട്ടുള്ള BNPക്കാണ് അധികാരത്തിൽ വരുന്നത്. അല്ല, അത് സംഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ നമുക്കെന്ന് വെച്ചാൽ ജനാധിപത്യം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ലേ ഒരു പ്രാഥമിക കടമ. അതല്ലേ അവരുടെ ഈ സമരത്തിലൂടെ അതിൻ്റെ വാല്യൂസ് എന്ന് വെച്ചാൽ അക്കൗണ്ടബിലിറ്റി പോലുള്ള ഒരു സാധനം നിർബന്ധമായിട്ട് നമുക്ക്. അതിലൊരു പ്രശ്നമുണ്ട്. ഞാനിത് ഈ സമരത്തിന് ഭയങ്കരമായിട്ട് മറ്റേ ബഹുമാനിക്കുക ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ഈ വർഗം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ക്ലാസ് ഓറിയന്റ്, ആ ക്ലാസ്സിന്, ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സിന് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എപ്പോഴും ഇതിന്റെ ഇപ്പൊ നിലവിലുള്ള ഭരണത്തിന്റെ ഒരു താങ്ങായി നിൽക്കുന്ന ഒരു സെക്ഷനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പക്ഷെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് തിരിച്ചു വന്നാലും അതിനർത്ഥം അതിന് താഴെയുള്ള വർഗങ്ങൾ, ഇന്ത്യയിലുള്ള കീഴാള ജനത, മതന്യൂനപക്ഷങ്ങൾ, ഈ പറഞ്ഞ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ ജനാധിപത്യം തിരിച്ചു വരൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ വ്യക്തമാണ്. നമുക്ക് ഇനി അതിൽ അധികം പോകാനില്ലെന്ന് തോന്നുന്നു. ഞാൻ 1-2 ചോദ്യങ്ങളുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷമുള്ള സമയത്ത് ഇപ്പോൾ ഇവിടെ കേരളത്തിലൊരു ഭരണമാറ്റം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹവുമായിട്ട് താങ്കൾ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനല്ല, ഷൈന പോയിരുന്നു. ഷൈനയാണ് പോയത്. ഓക്കെ, താങ്കൾ ഉണ്ടായിരുന്നില്ല? ഇല്ല. അത് പറഞ്ഞപ്പോ പക്ഷെ ഭാര്യയാണ് പറഞ്ഞത്. ഞാൻ അതിന്റെ അത് വീഡിയോ ഇത് കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞാൻ ചോദിക്കാം, അതെന്താ ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശവും അതിലൂടെ എന്താണ് നേടാൻ കഴിഞ്ഞത്? അദ്ദേഹം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നുള്ളത് കൂടിയാണ്. ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞോളൂ, സ്റ്റേറ്റ് പോലീസിംഗ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് പോലീസിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നത്, ഒരു ആ കാലത്ത് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നയവുമായി ബന്ധപ്പെട്ട ഒരു പോലീസിംഗ് ആയിരിക്കും എന്നാണ് നമ്മൾ പൊതുവിൽ കരുതുക. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ പോലെ ചില സുപ്രധാന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവണമെന്നില്ല. ഈ പറഞ്ഞ പോലെ മറ്റേ LWE എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, മാവോയിസ്റ്റ്, അങ്ങനത്തെ, അതുപോലെ മതന്യൂനപക്ഷങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാട്, അത് ഏത് സർക്കാർ വന്നാലും പൊതുവായിരിക്കും എന്നുള്ള ഒരനുഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ LWE എന്നൊക്കെ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ IB, സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോന്റെ ഒരു വിങ് സ്വാഭാവികമായിട്ടും അത് കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെ പോലീസായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു നേരിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ സമയത്താണ് 9 സഖാക്കൾ കൊല്ലപ്പെടുന്നത്. അപ്പൊ അത് പിണറായി വിജയൻ ആ സമയത്ത് പറഞ്ഞത് പോലീസിന്റെ മൊറലിനെ ബാധിക്കുന്ന തരത്തിൽ എനിക്ക് നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. ഇതൊക്കെ പറയേണ്ടി വരുന്ന ഒരു സംഗതി എന്താ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്ന ഒരു കാര്യമല്ലല്ലോ അത്, പറയുന്ന രീതിയല്ലല്ലോ അത്. അതായത് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസത്തിന്റെ മൊറൽ നിലനിർത്തുക എന്നുള്ളതല്ലല്ലോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നല്ലേ. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് എന്ത് സംഭവിക്കണു? അപ്പൊ സ്റ്റേറ്റിന്റെ പോളിസി അല്ല. അതായത് എല്ലാ ദിവസവും ഒരു IB, ഇന്റലിജൻസ് ബ്യൂറോ എന്നുള്ള, സ്റ്റേറ്റ് ഇന്റലിജൻസ് എന്നുള്ള IG ബ്രീഫ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഹോം മിനിസ്റ്ററെ സംബന്ധിച്ചും മുഖ്യമന്ത്രിനെ സംബന്ധിച്ചും അറിയണ കാര്യങ്ങൾ. അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇപ്പോ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നൊരു നടപടി പോലീസ് കാലാകാലങ്ങളായിട്ട് ആവിഷ്കരിക്കുകയാണ്. അതാണ് UAP വരുന്നത്. അങ്ങനെ UAP വരുന്നത്, അങ്ങനെയാണ് ഈ എൻകൗണ്ടർ കില്ലിങ്സ് വരുന്നത്. അപ്പൊ അതില് ഏതെങ്കിലും തരത്തിലുള്ള, ഞാൻ പറഞ്ഞൊരു സോഷ്യൽ ഡെമോക്രാറ്റ് എന്നുള്ള രീതിയിലുള്ള ഇടപെടൽ പോലും നടത്തുന്നതിന് പകരം റൈറ്റിസ്റ്റ് രീതിയിലുള്ള, ഒരു ഡിക്റ്റേറ്റർ രീതിയിലുള്ള, ഡിക്റ്റേറ്റർഷിപ്പിന്റെ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായത്. അപ്പൊ അത് കഴിഞ്ഞ 10 വർഷം ഉണ്ടായത്. അപ്പോൾ UAP, എനിക്കെതിരെയൊക്കെ ആയിട്ടുള്ള UAP ആരംഭിക്കുന്നത്, കാരണം ഞാൻ 2015 അറസ്റ്റ് ആകുമ്പോൾ രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്നത്.
അപ്പൊ ആ കാലയളവിലാണ് എനിക്കെതിരായിട്ടുള്ള UAP ഒക്കെ വരുന്നത്. ഈ പറഞ്ഞ പോലെ 46 UAP വരുന്നതും ആ കാലയളവിലാണ്. പക്ഷെ ഈ LDF വരുന്നതോടുകൂടിയിട്ട് ആ സെക്ഷൻസ് പോലും മാറ്റുന്നുണ്ട്. ഇപ്പൊ ആ കാലത്ത് എനിക്കെതിരായിട്ട് ഈ സെക്ഷൻ 13 എന്നൊക്കെ പറഞ്ഞ 7 കൊല്ലോ ഒക്കെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു. പിന്നീട് അത് കൂടുതൽ അത് വരുന്ന ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പോലീസിന് എങ്ങനെ പറ്റണു? അത് പോലീസിന് പറ്റണത് അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ ശരിയ പോലീസാണ്. അപ്പൊ ഇതിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കെതിരായിട്ട് ഞാൻ UAPA ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ടുള്ള സെക്ഷൻ 45 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നു. ആ 45 പ്രകാരം UAPAയിൽ കേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, കേസ് പ്രോസിക്യൂഷന് പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. ആ മുൻകൂർ അനുമതി വാങ്ങുന്നത് ചില കർശന ഉപാധികളോടെ 7 ദിവസം എന്നുള്ള ഒരു ഉപാധികളോടെയാണ്. അത് എൻ്റെ കാര്യത്തിൽ പാലിച്ചിരുന്നില്ല. ഞാനത് ചാലഞ്ച് ചെയ്തു. കോടതി എനിക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവിട്ടു, ഹൈക്കോടതി എനിക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവിട്ടു. അതിനെതിരായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി. അപ്പൊ അത് സംസ്ഥാനത്ത് പൊതുവിൽ ഈ UAPനെ എതിർക്കുന്ന ഒരു സർക്കാർ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ജനാധിപത്യവാദികളുടെ സംഗതികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇത് പിൻവലിക്കുകയുണ്ടായി. ആ സുപ്രീം കോടതി എനിക്കെതിരായിട്ട് അപ്പീൽ പിൻവലിക്കുകയുണ്ടായി. അതിന്റെ സാഹചര്യത്തിൽ പിന്നെ അവസാന സമയത്ത് ഇടതുപക്ഷ സർക്കാർ UAPക്ക് ഈ സാങ്ഷൻ അനുമതി കൊടുത്തിരുന്നില്ല. അതിന്റെ പേരിൽ പല കേസുകളിലും എനിക്ക് പിന്നീട് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറിച്ച് ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തത് ഈ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട കേസുകളിൽ വീണ്ടും അപ്പീൽ കൊടുക്കാനും UAPയെ ഈ നേരത്തെ LDF സർക്കാർ ഈ ജനാധിപത്യവാദികളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പിൻവലിച്ച ഈ സാങ്ഷൻ ഇവർ കൊടുക്കാനും ആരംഭിച്ചു. അപ്പൊ ഈ അലൻദാഹ കേസിലൊക്കെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോലീസ് കുറച്ചും കൂടി ആക്റ്റീവായി. അലൻദാഹ കേസിലൊക്കെ മറ്റേ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയും പ്രത്യക്ഷമായിട്ട് ഈ UAPക്ക് എതിരായിട്ട് നിലപാട് സ്വീകരിച്ചിരുന്ന ആൾക്കാരാണ്. അവരുടെ കാലത്ത് വീണ്ടും UAP സജീവമാവുന്നു. അപ്പൊ അത് ഇതിന്റെ ഒരു മറ്റ് ജനാധിപത്യവാദികൾ ഒപ്പിട്ടൊരു നിവേദനം കൊടുക്കാനാണ് ഷൈനയും വേറൊരു സഖാവും കൂടിയിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിനെ കാണാൻ പോയിരുന്നത്. അപ്പൊ അതിൽ എന്നിട്ട് ആഭ്യന്തരമന്ത്രിയുടെ ഒരു സമീപനം എന്തായിരുന്നു? സ്വാഭാവികമായിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എത്ര കണ്ട് ഇവരെല്ലാം ഈ കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. അതായത് നമുക്ക് ആശയപരമായിട്ടുള്ള പരിഗണിക്കാവുന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിഗണിക്കാന്ന് പറയലല്ലോ പ്രശ്നം, എന്നാ എത്ര കണ്ട് നടപ്പിലാവുന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ സൂചനകളൊന്നും ഇതുവരെ കാണുന്നില്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് ഇനി വരുന്ന സമയങ്ങളിലാണ് അത് കാണേണ്ടുന്നത്. അപ്പൊ അത് ആരംഭം കുറിച്ച ഉടനെ തന്നെ ജനാധിപത്യവാദികളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവരെല്ലാവരും ഇതിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും. അതെ, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത് സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഈ അവബോധമാണ് ഈവൻ ഭരണാധികാരികളെ കൊണ്ട് പോലും വ്യത്യസ്തമായിട്ടുള്ള ഈ UAP കേസുകളൊക്കെ പിന്നെ മാവോയിസ്റ്റ് കേസുകളാണോ അതോ മറ്റേതെങ്കിലും കേസുകളാണോ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കേസുകൾ? ഇപ്പൊ നിലവിൽ ഇപ്പൊ മാവോയിസ്റ്റ് മറ്റേ കുറ്റം ചുമത്തി ജയിലിലുള്ള ആളുകളുടെ പേരിലുള്ള കേസുകളാണ്. പക്ഷെ ആർക്കെതിരെയും അത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. എനിക്ക് അവസാനമായിട്ട് അറിയാനുള്ളത്, ഇപ്പൊ CPM-ഉം CPI-യും ആണ് നമ്മുടെ വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടികൾ. അവരോടുള്ള ഒരു സമീപനം രൂപേഷ് ഇപ്പോൾ എങ്ങനെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്? അവരുമായിട്ട് പിന്നെ സഹകരിക്കാറുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സഹകരണമുണ്ടോ? അത് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കേരളത്തിലെ ഈ നടന്ന പിന്നെ മാവോയിസ്റ്റ് വധങ്ങൾ അത് എൻകൗണ്ടർ കില്ലിങ്സ് തന്നെയാണെന്നാണ് താങ്കൾ? എൻകൗണ്ടർ കില്ലിംഗ് എന്നല്ല ഞാൻ പറയുന്നത്, ഫേക്ക് എൻകൗണ്ടർ കില്ലിംഗ്. അതെ, ഫേക്ക് എൻകൗണ്ടർ കില്ലിംഗ്. 9 മാവോയിസ്റ്റ് എന്താ പ്രശ്നം എന്ന് അറിയോ? നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ കേരളത്തിൽ മാവോയിസ്റ്റുകൾ പിന്നെ സായുധരായിട്ട് പ്രവർത്തനം നടത്തി എന്ന് ആരോപിക്കപ്പെട്ടിട്ട് 10-13 കൊല്ലങ്ങളായി സായുധരായിട്ട്. 2012 തൊട്ട് ഈ കോമ്പിങ്ങും മറ്റു സംഗതികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ ഉള്ള പേരിൽ ഒരു പോലീസുകാരന് പോലും പരിക്കേറ്റിട്ടില്ല. ചില ഷെഡ് കത്തിക്കലുകൾ. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിൽ പോലും തകർക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട്. പിന്നെയാണ് ഒരു ഷെഡ് കത്തിക്കലിന്റെ പ്രശ്നം പറയണത്. ശരിയാ, ഞാൻ നേരത്തെ ഞാൻ പറയാണ് അതുപോലെയുള്ള കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. അപ്പോ ഒരു ഏതെങ്കിലും ഒരു ലോസ് ഓഫ് ലൈഫോ ജീവ നഷ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോംബ് സ്ഫോടനോ ഏതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കള്ളികൾക്കുള്ളിൽ വെക്കാവുന്ന ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ നടന്നിട്ടില്ല.
അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? അപ്പൊ ഒരുപക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കും. മറിച്ച് നമ്മൾ ഇതിന്റെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടില്ലേ, ഇനിയിപ്പോ നമ്മൾ ഈ പറഞ്ഞ 5 ഏറ്റുമുട്ടൽ ഈ ഫേക്ക് എൻകൗണ്ടറിൽ നോക്കാം, ഒരു സ്ഥലത്ത് പോലും ഒരു പോലീസുകാരന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അല്ലെങ്കിൽ ഒരു ആയുധങ്ങൾ ഉണ്ടായതായിട്ട് അവര് പ്രദർശിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ UN മറ്റേ ഒരു ഡോക്യുമെന്റ് ഞാൻ കണ്ടിരുന്നു, ഈവൻ സായുധരായിട്ടുള്ള ആളുകൾ എങ്ങനെ നേരിടണം. ഞാൻ ജയിലിൽ വെച്ചിട്ട് ഒരു കോടതിക്ക് ഒരു പരാതി കൊടുത്തത്, അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്നു ജോസ, അങ്ങനെ പേര് എന്ത് മുഴുവൻ ഓർക്കണില്ലേ, ആള് ഐദർ കിൽഡ് ഓർ കിൽ, ഇതാണ് നയം എന്ന് പറഞ്ഞു. ഒന്നുകിൽ നമ്മൾ കൊല്ലപ്പെടും അല്ലെങ്കിൽ നമ്മൾ കൊല്ലണം. ഇങ്ങനെ നമുക്ക് ഒരു ജനാധിപത്യ സ്ഥലത്ത് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ആൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ലേഖനം എഴുതി. ഞാനത് വെച്ചിട്ട് NIA കോടതിക്ക് ഒരു പെറ്റീഷൻ അയച്ചിരുന്നു, ഇത് എൻകൗണ്ടർ കില്ലിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കോടതി രേഖപ്പെടുത്തി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചില ഡോക്യുമെന്റുകൾ നോക്കിയപ്പോൾ ഈവൻ സായുധരായിട്ടുള്ള ആളുകളെ നേരിടാൻ വെടിവെക്കാൻ ഉത്തരവിട്ടാൽ ആ ഗ്രൂപ്പിൽപ്പെട്ട കീഴുദ്യോഗസ്ഥർക്ക് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. UN ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കരാറിലൊന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് അതെ 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 ഒരു കൊലപാതകം പോലും ഈ പറഞ്ഞ ഒരു കൊലപാതകം പോലും ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഒരു തരത്തിലും ഒരു പോലീസുകാരന് പോലും ഒരു പരിക്കുണ്ടായിട്ടില്ല എന്നുള്ളത്. ഇവര് പോയിന്റ് ബ്ലാങ്കിലാവണമെന്നില്ല. പക്ഷെ ഇവര് ഇതൊക്കെ സ്റ്റേറ്റിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തീർച്ചയായും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കൊല്ലപ്പെടുക അല്ലെങ്കിൽ കൊല്ലുക ചെയ്യണമെന്നുള്ളൊരു ഒരു ഗൈഡൻസ് ആണ് ഈ തണ്ടർബോൾട്ടിന് പോലൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കണത്. അത് എങ്ങനെയായിരിക്കും? അതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും സ്വാഭാവികമായിട്ടും. മറിച്ച് വളരെ ഇപ്പൊ കേരളത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ആശയപ്രചരണം നടത്തിയെന്നോ അല്ലെങ്കിൽ മറ്റേ ഈവൻ ഒരു ലാൻഡ് ലോഡിനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോലും അവിടെ ഒരു വയലൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി റാൻസം വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വയലൻസിന്റെ പ്രശ്നമുണ്ട്. അതൊന്നുമില്ല. അപ്പൊ കേരളം പോലുള്ള സമൂഹത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നുള്ള തോന്നലും കൂടി കൊണ്ടായിരിക്കാം ഒരു ജനങ്ങൾക്കിടയിൽ ആഴത്തിലിറങ്ങി. കേട്ടില്ലെന്ന് വെച്ചപ്പോ വയനാട്ടിൽ പലയിടത്തും കണ്ടു, ടൂറിസ്റ്റുകളെ കണ്ടു എന്ന് പറയും, വീടുകളിൽ പോയിട്ട് അരിയും പിന്നെ സാമാനങ്ങളൊക്കെ വാങ്ങിയിട്ട് പരിപ്പൊക്കെ വാങ്ങിയിട്ട് പോകുന്ന ആളുകളാണ്. ആ നിലയിൽ പറഞ്ഞ ഘട്ടങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകളെയാണ് മാവോയിസ്റ്റുകളായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അത്രയ്ക്ക് നിരുപദ്രവകാരികളായിട്ടുള്ള ആളുകളെയാണ് അവരാണ്. എസ് ഹരീഷിന്റെ കഥയിലുണ്ടല്ലോ മാവോയിസ്റ്റ് എന്നുള്ള കഥയിൽ പട്ടിണി എടുത്തിട്ട്. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അപ്പൊ അതിൽ തന്നെ ഞാൻ ചോദിച്ചു വന്ന ഇതാണ്, ഈ CPI-യുമായിട്ട് കുറെ കൂടി ഒരു തുറന്ന സമീപനം ഉണ്ടോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്യുതാനന്ദന്റെ കാലത്ത് തന്നെ CPI ഈ ഇവരൊക്കെ കൊല്ലപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രവർത്തനങ്ങളോട് ഒരു അപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അല്ലായിരുന്നു എടുത്തത്. അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് അച്യുതാനന്ദന്റെ കാലത്താണെങ്കിൽ പോലും എഴുതുകയോ കാണുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. മറിച്ച് CPM-ന്റെ പക്ഷത്തൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പൊ D രാജ മറ്റേ തിഹാർ ജയിലിൽ പോയിട്ട് അവിടത്തെയുള്ള മാവോയിസ്റ്റ് തടവുകാരെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാനൻ രാജേന്ദ്രൻ ഞങ്ങൾ കോയമ്പത്തൂർ ജയിലിൽ എടുക്കാൻ വരുന്നുണ്ട്. ഇടതുപക്ഷമാണ്, അല്ല UDF ആണ് ഭരിക്കണത്. കോൺഗ്രസ് CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല ഈ നേരത്തെ അധികാരത്തിന്റെ നേരിട്ട് ഐക്യമുന്നണിയിൽ തന്നെ മുഖ്യ പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ ഒരു എൻകൗണ്ടറിന്, ഈ ഫേക്ക് എൻകൗണ്ടറിനെതിരായിട്ടൊക്കെ തന്നെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് രാഷ്ട്രീയ തടവുകാരനായിട്ട് പരിഗണിക്കണമെന്ന് ആദ്യം പറയുന്നത് കാനൻ രാജേന്ദ്രനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ആളുകളുമായിട്ടുള്ള അതാത് വിഷയങ്ങളുടെ ഒരു സഹകരണം നമ്മൾ സ്വാഭാവികമായിട്ടും പല ആവശ്യങ്ങൾക്കായിട്ടും ഇവരെ സമീപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ.
മറിച്ച് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അല്ല, അവര് മാതൃ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ? അല്ല, അത് നമ്മൾ ഒരു റപ്ചറാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം CPI ഉണ്ടായിരുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആരംഭം മുതലേ തന്നെ ഇന്ത്യൻ മറ്റേ കാർഷിക വിപ്ലവത്തിനെ സംബന്ധിച്ചിട്ടോ ഇന്ത്യയിലെ ജനങ്ങളുടെ വിമോചനത്തെ സംബന്ധിച്ചിട്ടോ ഒന്നും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് 67 പിളർപ്പ് ഉണ്ടാവുന്നത് പോരുന്നതും. ശരി, ഫൈനലി ഇപ്പോ ഈ നോവൽ എഴുതുകയും പിന്നെ നേരത്തെ മാവോയിസ്റ്റ് എന്ന പേരിലും പിന്നീട് അത് വാസനത്തിന് പിന്നെ അതൊരു യാദൃശികമായിട്ട് DC അതിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു, അവര് എവിടെന്നോ കിട്ടിയിട്ട്. രണ്ടാമത്തെ നോവൽ ഒരുപാട് വായിക്കട്ടെ. ഞാൻ ഇത് പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അത് അനുമതി കിട്ടാതെ പോയി, പക്ഷെ അത് അനുമതി ആവശ്യമില്ലായിരുന്നു എന്ന് പിന്നീട് താങ്കൾക്ക് തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതിക്ക് വേണ്ടി താങ്കൾ ജയിലിൽ നിരാഹാരം കിടന്നു, ഒരു ഗാന്ധിയൻ സമരമാർഗം. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, രൂപേഷിൽ എത്ര കണ്ട് ഒരു എന്താ പറയുക, ഒരു ഗാന്ധിയനും ഒരു ജനാധിപത്യവാദിയും ഒരു സമാധാനപ്രിയനും വളരെ പിന്നെ എന്താ പറയുക ലോലമായ മനസ്സും ഒക്കെ ഉള്ള ഒരാളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ശതമാനം വരെ ഉണ്ട്? അല്ല, ഈ നിരാഹാരത്തിന്റെ കാര്യം പറയുമ്പോഴേ ഈ കേരളത്തിൽ ഗാന്ധിയന്മാർ നടത്തിയിട്ടുള്ള നിരാഹാരത്തിനേക്കാൾ കൂടുതൽ ഞാൻ നിരാഹാരം കിടന്നുണ്ട്. ഈ ജയിലിൽ 9 ദിവസം ഈ മറ്റേ പുസ്തകത്തിന്റെ മാത്രമല്ല, ഞാൻ ഈ മറ്റേ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ തൊഴിലാളികളെ, അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ യൂണിയൻ പാടില്ല എന്നുള്ള സമയത്ത് അവിടെ യൂണിയൻ ഉണ്ടാക്കി അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എറണാകുളത്ത്. ആ സമയത്ത് ഒരു 52 തൊഴിലാളികൾ പിരിച്ചുവിട്ടതിനെതിരെ 10 ദിവസം അവിടെ നിരാഹാര സമരം നടത്തിയിരുന്നു. അപ്പൊ ആ സമരമുറ എന്ന് പറയുന്നത് പിന്നെ വീണ്ടും വയനാട്ടിലൊക്കെ മറ്റേ മേപ്പാടിയിൽ ഇപ്പൊ നമ്മൾ ദുരന്തമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടുത്തെ മലയാളം ഹാരിസൺ കുടിയൊഴിപ്പിക്കുന്നതിനെതിരായിട്ട് ഞങ്ങളവിടെ തഹസിൽദാരെ, വൈത്തിരി തഹസിൽദാരെ ഘരാവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അന്ന് 2001 അന്ന് നിരാഹാരം നടത്തിയിട്ട്, അപ്പൊ നിരാഹാരം നടത്തുന്നതുകൊണ്ട് വൈത്തിരി സബ് ജയിലിലും എടുത്തില്ല, പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. അന്ന് 11 ദിവസം നിരാഹാരം കിടന്നു. ഈ ഹൈ സെക്യൂരിറ്റി പ്രസനിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മളെ ഒന്ന് കാല് മണ്ണിൽ തൊടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ അന്നൊരു 8 ദിവസം നിരാഹാരം കിടന്നു. കോയമ്പത്തൂർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം മെയ്യിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആഗസ്റ്റ് 25 ആരംഭിച്ചിട്ട് 18 ദിവസം നിരാഹാരം തുടർച്ചയായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ഡാറ്റയല്ല. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് പലരും എഴുതിയിട്ടുണ്ട്, ഒരു സമരം എങ്ങനെ പ്രസക്തമാവുന്നത് നിങ്ങളുടെ മറ്റേ കോൺഷ്യൻസിനെയാണ്, മനസാക്ഷിയാണ് ഞാൻ ചോദ്യം ചെയ്യണത്. ഞാൻ എൻ്റെ കോസിന് വേണ്ടിയിട്ട് പട്ടിണി എടുത്ത് മരിക്കുകയാണ്, നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുമോ, അല്ല നിങ്ങൾ ഞാൻ പറയണ കേൾക്കുമോ? അത് കേൾക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതിന് പ്രസക്തി ഇല്ല, അതേ പ്രശ്നം. അപ്പോ അങ്ങനെ കേൾക്കാവുന്ന ജനാധിപത്യ ഉള്ളടക്കം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? നിരാഹാരം ഞാൻ 100 ദിവസം കിടക്കാൻ സന്നദ്ധമാണ്, അത് ആരെങ്കിലും കേൾക്കണ്ടേ? അപ്പൊ അങ്ങനെ ഇല്ലാണ്ടാവുന്ന അനുഭവങ്ങളിൽ പക്ഷെ അത് കേൾക്കുകയും അതിൽ ഫലം ഉണ്ടാവുകയും ഉണ്ടാവില്ലല്ലോ. അതാ പ്രശ്നം. ഈ പറഞ്ഞ മിക്കവാറും എല്ലാ സമയത്തും ഇത് ബൈപ്പാസ് ചെയ്തു പോകും. നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഉത്തരവ് ഉണ്ടാവും കേട്ടോ എന്നറിയും, ഉണ്ടാവില്ല. ഇത് എന്റെ മാത്രം പ്രശ്നമല്ല, ഞാനിത് ഉദാഹരണം പറഞ്ഞതാണ്. ഇത് പ്രധാൻ രാജിവെച്ചു എന്നുള്ളത് ഓടുകൂടിയിട്ട് പ്രശ്നം അവസാനിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു പ്രക്ഷോഭത്തിന് നമുക്ക് അതിൻ്റെയൊക്കെ ഉള്ള ഊർജവും മറ്റ് സംഗതികളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈ നിലവിലുള്ള ഭരണത്തിന്റെ നെടുന്തൂണായിട്ടുള്ള ഒരു വിഭാഗത്തിന് പോലും അസഹനീയായി മാറി. അതുകൊണ്ട് ഒരു ചെറിയ നമ്മളിപ്പോ മറ്റു സ്ഥലത്തുള്ള മറ്റേ ഒരു പരിഹാരം പോലും ഉണ്ടായില്ലല്ലോ നിരവധി ഇഷ്യൂസിനുണ്ട്. ശരിയാണ്. ഞാൻ പക്ഷെ പറയുന്നത് അപ്പൊ ഫോം ഓഫ് സ്ട്രഗിൾ നമുക്ക് പ്രശ്നമല്ല, ഫോം ഓഫ് സ്ട്രഗിൾ പ്രശ്നമല്ല. പക്ഷെ എവിടെ പ്രസക്തമാവണം എന്നുള്ളതാ. അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പോകും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വയലൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വയലൻസും സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചറൽ വയലൻസും നമ്മൾ എന്തുകൊണ്ട് കാണാണ്ട് പോകുന്നു? സ്റ്റേറ്റ് വയലൻസ് തന്നെ നേരിട്ടുള്ള അലഹാബാദ് ഹൈക്കോടതിയെ പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും ക്രിമിനൽ സംഘം എന്ന് പറയുന്നത് പോലീസാണെന്ന്. പിന്നീട് അത്
എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. പക്ഷെ ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ ഹഷിംപുര, ഭീവണ്ടി, ബോംബെ, അത് ഇതൊന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഈ എല്ലാത്തിലും ഈ വർഗീയ കലാപങ്ങളൊന്നല്ല, സ്റ്റഡി ഉണ്ടല്ലോ, ഇതൊക്കെ ഏകപക്ഷീയായിട്ടുള്ള കൊലകളാണ്. അപ്പം ഒന്ന് സ്റ്റേറ്റ് വയലൻസ്, രണ്ട് സ്ട്രക്ചറൽ വയലൻസ്. സ്ട്രക്ചറൽ വയലൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ദളിത് ഓപ്പറേഷൻ, മറ്റേ ആദിവാസി ഓപ്പറേഷൻ, മറ്റേ ഭരണ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നത്, ഈ സാമ്രാജ്യത്വ ആശ്രിത നയങ്ങൾ മൂലമായിട്ടുള്ള കഷ്ടപ്പെടുന്നത്, ഈ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള നിയമങ്ങൾ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ഞാൻ നിരാഹാരം കിടന്നാൽ ആര് കേൾക്കും? ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റേ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കണക്കൂട്ടി 88 ദിവസം നിരാഹാരം കിടന്നുണ്ട് ഞാൻ ഈ കാലയളവിൻ്റെ ഉള്ളിൽ. ഒരു ഗാന്ധിയന്മാരും കിടന്നുണ്ടാവില്ല അത്രേ. നമ്മൾ നിരാഹാരം കിടക്കണത് മറ്റേ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്തിട്ടല്ല. മറ്റേ കോയമ്പത്തൂർ 18ാമത്തെ ദിവസം നിരാഹാരം, എല്ലാ ദിവസവും അവർ നമ്മളെ കെട്ടിക്കൊണ്ടുപോയിട്ട് തൂക്കം നോക്കും, 15 കിലോ കുറഞ്ഞു. അപ്പോ മാർഗം എന്തായാലും ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. അല്ലല്ല, ഇത് തമ്മിലുള്ള ഒരു ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാർഗം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കഥയൊന്നുമല്ല അത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഐസൊലേറ്റ് ചെയ്തു പോകും. പണ്ട് നരോധനിക്കുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉള്ള ഒരുപാട് പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലിബറൽ എന്ന് പറയുന്നത് എത്ര കണ്ട് ലിബറൽ ആണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ സൊസൈറ്റി നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്, ഞാനിപ്പോ അവിടെയുള്ള ജുനൈദിന്റെ പേര് നമ്മൾ മനസ്സിലാക്കി, അവിടെയുള്ള എത്ര പേർക്കെതിരെ ഇനി UAP വരും. കാരണം ഒമർ ഖാലിദിന്റെ പേരിൽ കേസ് വരുന്നത് ഒമർ ഖാലിദ് ഒരു മുസ്ലിം ആണെന്നുള്ളതിന്റെ പേരിൽ കൂടിയാണ്. അദ്ദേഹം പഴയ മാവോയിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും കാലം കിടക്കേണ്ടി വരികയായിരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ഉള്ളടരുകൾ എന്ന് നമ്മൾ പറയില്ലേ, അത് ഈ പറഞ്ഞ മാവോയിസ്റ്റ് കേസിലായാൽ, മതന്യൂനപക്ഷങ്ങളുടെ കേസിലായാൽ, ആദിവാസികളുടെ കേസിലായാൽ, അല്ലെങ്കിൽ ദളിതുകളുടെ കേസിലായാൽ എത്ര കണ്ട് ജനാധിപത്യം നമുക്ക് അതിന്റെ ഉള്ളടരുകളിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ പറഞ്ഞ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൂടി കണക്കിലെടുത്തിട്ടുള്ള ഒരു ഫോം ഓഫ് സ്ട്രഗിളിന്, അതുകൊണ്ടാണല്ലോ ഇപ്പോ ഈ ഡിഫേ ഓഫ് ലോ ആണ് അവിടെ ഉണ്ടായത്. അത് നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഈ എറണാകുളത്ത് ബോട്ട് ജെട്ടിയിലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിടുമല്ലോ. അവിടെ സാധ്യമായി. അവിടെ ഒരു ജനസഞ്ചയം ഉണ്ടായതുകൊണ്ട്, ആ ക്ലാസ്സും ആയതുകൊണ്ട്. മറിച്ച് ഈ ഛത്തീസ്ഗഡില് സമരം നടക്കണ 20,000 കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കുന്നതിനായിട്ട് സമരം നടക്കുന്നുണ്ട് ഇപ്പോഴും. അരോഡ് ഹസ്ദ ഏരിയയില് 15 ലക്ഷം സ്ക്വയർ ഹെക്ടർ സ്ഥലം ഡിസ്പ്ലേസ് ചെയ്യാണ്. ഈ പറഞ്ഞ സംഗതി ഒന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷെ ഒരു മാസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവം കൂടിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ തന്നെ ഒരു ഇന്റർവ്യൂ, ടെലിവിഷനിൽ നൽകിയ ഒരു ഇന്റർവ്യൂ, അത് ഇത്രയും ദീർഘമായൊരു ഇന്റർവ്യൂ എന്തായാലും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സഹായിച്ചു. രൂപേഷിനെ കുറിച്ച് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കും കൂടുതലായിട്ട് ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞു. വളരെയധികം നന്ദി. താങ്ക് യു. പിന്നെ ഞാനിതിൽ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യണമെന്നുണ്ട്. കുറേ ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് ഒരുപാട് ആളുകളുടെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഒപ്പം നിന്ന് സഖാക്കൾ ഷൈനുണ്ട്, ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയും കുറഞ്ഞതൊരു 4-5 കൊല്ലെങ്കിലും കൂടി ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പലർക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളത് കൂടി കൊണ്ട് അവരുടെ ഒരു ഇൻകാർസറേഷൻ നീണ്ടുപോകാനുള്ളൊരു കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ആ അർത്ഥത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞൊരു ജനാധിപത്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ തടവുകാരുടെ കൂടി ചിന്തിക്കലാണ്. മറ്റേ പ്രിസണർ ഓഫ് കോൺഷ്യൻസ് എന്നാണ്, മനസാക്ഷിയുടെ തടവുകാർ എന്നാണ് രാഷ്ട്രീയ തടവുകാരെ പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിനും ഉണ്ടാകണം എന്നുള്ളത് ഈ പറഞ്ഞ ഒന്ന് എംഫസൈസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.